മലയാള സാഹിത്യത്തിൽ തൻ്റേതായ ഒരിടം വളരെ വളരെ വേഗം തന്നെ നിർണ്ണയിക്കുകയും അത് ഉറപ്പിച്ച് എഴുത്ത് മാത്രമാണ് ജീവിതം എന്ന് വിശ്വസിക്കുകയും ചെയ്ത എഴുത്തുകാരിലാണ് പെരുമ്പടവം ശ്രീധരൻ. സ്വന്തമായ ആ തട്ടകത്തെക്കുറിച്ച് ഇവരെ ധാരണയുണ്ടായിരുന്നു. ഞാൻ കടന്നു വരുന്ന എഴുത്തിൻ്റെ ലോകം ഇന്നതായിരിക്കണം, അല്ലെങ്കിൽ ഈ ശൈലി ആയിരിക്കണം എൻ്റേത് എന്നൊക്കെയുള്ളൊരു അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ടല്ല ഞാൻ എഴുത്തിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളാണ് അതാണ് മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. പെരുമ്പടവം എന്ന ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചുപോയി. പിന്നെ പാവപ്പെട്ട അമ്മയാണ് എന്നെ വളർത്തിയത്. ഇപ്പോൾ സമപ്രായക്കാരായ കുട്ടികളോടൊത്ത് കളിച്ച് ചിരിച്ച് നടക്കാനുള്ള ഒരു യോഗം എനിക്കുണ്ടായിരുന്നില്ല. അവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഏകാഗിയായി അങ്ങനൊരു ജീവിതമായിരുന്നു എൻ്റേത്. അക്കാലത്താണ് ഞാൻ വായിക്കാൻ തുടങ്ങുന്നത്. ആരും പ്രേരിപ്പിച്ചിട്ടല്ല, വായിക്കാൻ തുടങ്ങുന്നു. കയ്യിൽ കിട്ടുന്നത് എന്തും. കവിതയായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിപ്പോഴും അതെ. ഇപ്പോൾ വായിച്ച കവിതകളെ അനുകരിച്ച് കവിത എഴുതാൻ തുടങ്ങി. ആദ്യകാലം കവിതയിലൂടെ പൂവിനെക്കുറിച്ച്, നക്ഷത്രത്തെക്കുറിച്ച്, സന്ധ്യയെക്കുറിച്ച്, കുയിലിനെക്കുറിച്ച്. അന്ന് ആഗ്രഹം കവിയാകണമെന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു ഘട്ടത്തിൽ വായന കഥയിലേക്ക് വരുന്നു. കഥയിലേക്ക് വരുമ്പോൾ കഥയിൽ ജീവിതം കാണുന്നു. ഇപ്പോൾ ബഷീർ, തകഴി, കേശവദേവ്, പൊൻകുന്നം വർക്കി, ലളിതാംബികാന്തർജനം, കാരൂര് തുടങ്ങിയിട്ടുള്ള അവരങ്ങനെ നമ്മുടെ ഈ നവോത്ഥാന സാഹിത്യത്തിലെ നായകന്മാരെന്ന് പറയുന്ന ഈ ആളുകൾ കത്തി നിൽക്കുന്ന കാലത്ത് അവരുടെ കഥകൾ വായിക്കാൻ തുടങ്ങി. അവരുടെ കഥകളിൽ അവർ ജീവിതം സൃഷ്ടിക്കുന്നത് ഒരുതരം വിസ്മയത്തോടു കൂടിയാണ് ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ കഥ എന്നെ ആകർഷിക്കാൻ തുടങ്ങി. നോവൽ വായിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം വായിക്കുന്ന നോവൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖിയാണ്. ബാല്യകാലസഖിക്ക് പ്രൊഫസർ എം പി പോൾ എഴുതിയ ഒരു പ്രസിദ്ധമായ അവതാരികയുണ്ടല്ലോ. ഇത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തൊരു ഏടാണ്. ഇതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ഇത് ജീവിതം തന്നെയാണ് എന്നാണ് പോൾ സാർ സമർത്ഥിച്ചത്. അപ്പോൾ ബഷീറിൻ്റെ ജീവിതാനുഭവങ്ങളോ അല്ലെങ്കിൽ ബഷീർ കൺമുമ്പിൽ കണ്ട ജീവിതമോ ആണ് എഴുതിയത് എന്ന് എനിക്ക് ബോധ്യമാകുന്നു. അപ്പോൾ ബഷീറിന് അങ്ങനെ ചെയ്യാമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നൊരു കൗതുകം തോന്നുന്നു. അപ്പോൾ പെരുമ്പടവത്ത് എനിക്ക് കഥയൊന്നുമില്ല. അപ്പോൾ പെരുമ്പടവം ഗ്രാമത്തിൽ ഞാൻ കണ്ട ഒരു അനുഭവങ്ങൾ, ആ ഗ്രാമത്തിൻ്റെ അവസ്ഥ അതെന്നെ വല്ലാതെ ആകർഷിച്ചു. അവിടെ ഒരു സർപ്പക്കാവുണ്ടായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ വകയാണത്. പക്ഷേ ഉത്സവം നടക്കുന്ന കാലത്ത് അത് ഗ്രാമത്തിൻ്റെ പൊതു സ്വത്തായിട്ട് മാറും. 7 ദിവസത്തെ സർപ്പം പാട്ട് വലിയൊരു ഉത്സവമാണത്. പുള്ളോക്കുടം കൊട്ടി നാടൻ വീണ വായിച്ച് ഇങ്ങനെ ഈ സർപ്പം പാട്ട് പാടും. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള സംഗീതം അതാണ്. അത് ഈ സർപ്പ ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്ന കുടുംബത്തിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ വിശ്വാസം, ആ ഈ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ആ കുടുംബത്തിന് ശ്രേയസ്സുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, സന്തതി പരമ്പരകൾക്ക് എല്ലാ ക്ഷേമൈശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അനുഭവം നേരെ വിപരീതമാണ്. ഈ കുടുംബം കാണെ ക്ഷയിച്ചു വരുന്നു, ശിഥിലമായി പോകുന്നു. അതതിൻ്റെ ഒരു അപചയകാലത്തെ നേരിടുന്ന പോലെ തോന്നി. ഈ വിശ്വാസവും അനുഭവവും തമ്മിലുള്ളൊരു പൊരുത്തക്കേട് അതന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടല്ല അത് ആ കഥ പോലെ അങ്ങ് എഴുതി. അതാണ് ഞാൻ ആദ്യമായി എഴുത്തിലേക്ക് വരുന്ന സർപ്പക്കാവ്. അത് ജനയുഗം ആഴ്ചപ്പതിപ്പിൽ അത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ വലിയ അഭിമാനം തോന്നി. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്നെ കണ്ടെത്തുന്നത് ഏത് വർഷമാണെന്ന് തോന്നുന്നത്? അതൊരു 56-57 വർഷമൊക്കെയാണ്. കുട്ടിക്കാലത്ത് ചെയ്ത ഒരു അതിക്രമമാണത്. പക്ഷെ അത് ജനയുഗത്തിൽ വന്നതോടുകൂടി ഈ വലിയൊരു വായനാ സമൂഹം എനിക്കുണ്ടായി. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. ഈ അഭയത്തിലേക്കും രാഷ്ട്രപതിയിലേക്കൊക്കെ വരുമ്പോൾ അത് ഏതാണ്ട് ഒരു അടുത്തടുത്ത കാലഘട്ടങ്ങളിൽ വരുന്നതാണെന്ന് തോന്നുന്നു. അതും ഇതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഈ അഷ്ടപതി പ്രത്യേകിച്ച് അമ്പലവാസി സമുദായത്തിലുള്ള മാരാർ സമുദായത്തിലുള്ള അതെ മാരാർ സമുദായത്തിൻ്റെ ഒരു കഥയാണ്. പക്ഷേ ഈ ഞാൻ പിന്നീട് കണ്ടകടിയൊക്കെ കുറേ എഴുതിക്കൊണ്ടിരുന്നു. എൻ്റെ ജീവിതം അപ്പോൾ യാതൊരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ അലഞ്ഞ് തിരിയതിൻ്റെ ഒരു കാലമായിരുന്നു അത്. എൻ്റെ കുടുംബത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നു.
അങ്ങനെ എൻ്റെ ഏകാന്തമായ ഒരു ജീവിതം ഞാൻ തിരഞ്ഞെടുക്കുന്നു. എൻ്റെ അന്നം അന്വേഷിച്ച് വളരെ ദൂരങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാൻ മൂവാറ്റുപുഴ എത്തുന്നു. ഒരിടത്തും എത്താൻ കഴിയാതെ ഇങ്ങനെ ഒരു കടവിലും അടുക്കാൻ കഴിയാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യാദൃശ്ചികമായി കണ്ട ഒരു കടവ് മൂവാറ്റുപുഴയാണ്. അവിടെ താമസിക്കുന്നു. അവിടെ താമസിക്കുന്ന കാലത്താണ് ഞാൻ അഭയം എഴുതുന്നത്. അതെഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്. അന്ന് കേരള ശബ്ദത്തിൻ്റെ ഒരു നോവൽ മത്സരം നടക്കുന്നു. അതിനയച്ചു കൊടുത്തു. ഒരു വർഷത്തേക്ക് യാതൊരു അറിവുമില്ല. അത് കഴിഞ്ഞ് അപ്പോൾ ഞാനത് മറന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരള ശബ്ദത്തിൻ്റെ പത്രാധിപർ KS ചന്ദ്രൻ്റെ ഒരു കത്ത് വരുന്നു. അഭയത്തിനാണ് 1ാം സമ്മാനം എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു സന്തോഷം തന്നു. പിന്നീട് ഒരു അവാർഡ് കിട്ടിയ കൃതി എന്നുള്ള നിലയ്ക്ക് അത് കുങ്കുമത്തിൽ പ്രസിദ്ധീകരിക്കുകയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അത് പുസ്തകമാക്കുകയും വായനയിൽ അതൊരു പുതിയ തരംഗം സൃഷ്ടിച്ചു. അഭയം ഒരു വലിയ തരംഗം സൃഷ്ടിച്ചു അന്ന്. അപ്പോൾ എനിക്കൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ പിടിച്ചു നിൽക്കാനുള്ള ആത്മബലം നൽകിയത് അതാണ്. എൻ്റെ ജീവിതത്തിന് അഭയം തന്നത് അഭയമാണ്. അത് പിന്നീട് എനിക്ക് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത് എൻ്റെ അഭയം എന്ന നോവലാണ്. പിന്നീട് അത് ശോഭന പരമേശ്വരൻ നായരും രാമുകാരിയായിട്ടും ചേർന്നത് സിനിമയാക്കി. അങ്ങനെ അവിടം തൊട്ട് എൻ്റെ ജീവിതം എഴുത്ത് തന്നെയാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി ജോലിക്ക് പോവുകയില്ല എന്ന് മലയാള നാട്ടിൽ നിന്ന് ജോലി വലിച്ചെറിഞ്ഞു പോരുമ്പോൾ ഞാൻ തീരുമാനിച്ചതാണ്. അല്ല, അതും ആ ഒരു ധൈര്യമാണ്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഒരു ജോലി ഇല്ലാതെ എഴുതാം എന്നുള്ളത് കാണിച്ചു കൊടുത്ത. അല്ല, അത് അവിടെ നിന്ന് രാജിവെച്ച് പോകുന്നത് കാരണം എനിക്കൊരു ജീവിതം കിട്ടി. അല്ലെങ്കിൽ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് എവിടെയെങ്കിലും വെച്ച്. അല്ല, ഇപ്പോഴും ഞാനത് ചോദിക്കട്ടെ, ആ പുസ്തകങ്ങൾ റീപ്രിൻ്റ് ഇറക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മറ്റുള്ള വിദേശ എഴുത്തുകാരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാം പബ്ലിക് റിലേഷൻസും എല്ലാം കാര്യങ്ങളും നമ്മുടെ പുസ്തകങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് പ്രസിദ്ധീകരിക്കപ്പെടുക, അതിനെ കൃത്യമായി വായനക്കാരിലേക്ക് എത്തുക, അതൊക്കെ കൃത്യമായിട്ട് നോക്കാൻ ഇപ്പം സാധിക്കുന്നുണ്ടോ? അതിന് അഭയം വന്നതോടുകൂടി അഭയം മലയാളത്തിലൊരു വായനയുടെ തരംഗം സൃഷ്ടിച്ച നോവലാണ്. ഇപ്പോഴും അത് മലയാളത്തിലെ ഏറ്റവും വിൽപ്പനയുള്ള നോവലുകളിലൊന്നാണ്. ഏറ്റവും പുതിയ പതിപ്പ് ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയിരിക്കുന്നു. പിന്നീടാണ് അഷ്ടപതി എഴുതുന്നത്. അഷ്ടപതി ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് അഷ്ടപതിയുടെ ഒരു സാങ്കത്യം നോക്കുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഗ്രാമീണ ജീവിതത്തിനൊരു സ്മാരകം, നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഗ്രാമീണ സംസ്കാരത്തിന് ഒരു സ്മാരകം എന്നുള്ള നിലയ്ക്കൊരു പ്രസക്തി ആ നോവലിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നോവല് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ചെറിയ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് പ്രസിദ്ധി, അംഗീകാരം, അവാർഡ് ഇതൊക്കെ കിട്ടിത്തുടങ്ങി. അപ്പോൾ എൻ്റെ എഴുത്ത് ജീവിതം തന്നെയാണ്, എൻ്റെ ജീവിതം എഴുത്ത് തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ വെച്ചാണ്. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പം അഭയം, അഷ്ടപതി അങ്ങനെയുള്ള കൃതികളിലൂടെ വന്നപ്പം മലയാളത്തിലെ തരക്കേടില്ലാത്തൊരു എഴുത്തുകാരൻ എന്നുള്ളൊരു അംഗീകാരം വായനക്കാരെനിക്ക് തന്നു.